വെൽക്കം ടു ഫുഡ് ഡെയിലി. ഏതൊരു ഒക്കേഷനിൽ വിളമ്പാനും നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള തയ്യാറാക്കി എടുക്കാനും പറ്റിയ ഒരു മഷ്റൂം പുലാവിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വളരെ ഈസിയാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ 2 കപ്പ് നമ്മുടെ മെഷറിംഗ് കപ്പിന് 2 കപ്പ് ബാസ്മതി റൈസ് യൂസ് ചെയ്ത് ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റിയാണ് കംപ്ലീറ്റ്ലി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ഒരു മഷ്റൂം എടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 400 ഗ്രാം മഷ്റൂം എടുത്തിട്ടുണ്ട്. ഇതുപോലെ തിക്കായിട്ട് കട്ട് ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ ചോറിനോടൊപ്പം കിടന്ന് വേകുമ്പോൾ തീരെ അങ്ങ് ഉടഞ്ഞു പോകും. ഇനി നമുക്കൊരു മസാല പേസ്റ്റ് റെഡിയാക്കണം. അപ്പോൾ അതിനകത്ത് ഒരു ജോലപ്പത്തിനുള്ള ഇഞ്ചിയും, ഒരു 7 വെളുത്തുള്ളിയും, 2 പച്ചമുളകും, അതുപോലെ ഇതുപോലെ കുതിർത്ത് വെച്ച വറ്റൽമുളക് ഒരു 5-6 എണ്ണവും, കുറച്ച് കാഷ്യൂ നട്ട്സ് ഇതുപോലെ കുതിർത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർക്കുക. അതിനുശേഷം ഒരു പാതി കൈപ്പിടി അളവിന് പുതിനയിലയും ഒരു നല്ല കൈപ്പിടി അളവിന് മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഇത് പേസ്റ്റാക്കി എടുക്കുക. നല്ലപോലെ അരച്ച് പേസ്റ്റാക്കി തന്നെ എടുക്കുക. എന്നിട്ട് ഇത് നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതിയാവും. എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ റിട്ടേൺ റെസിപ്പി ലിങ്കും അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു കടായിലേക്ക് കുറച്ച് നെയ്യും നമ്മുടെ സാധാരണ കുക്കിംഗ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കണം. ഹോൾ സ്പൈസസിൽ ചേർക്കുന്നത് ഫെനൽ സീഡ്സ്, പിന്നെ ഷാജീര, അതുപോലെ നമ്മുടെ സാധാരണ പട്ട, സ്റ്റാർ അനൈൻസ്, ക്ലോവ്സ് അതായത് ഗ്രാമ്പു, പിന്നെ ബേ ലീഫ്, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റിയൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു സവാള എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ പൊടിയായി അരിഞ്ഞെടുത്ത ഒരു സവാള ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം ഈ സവാള നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ സവാള അവിടെ കുക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ബാസ്മതി റൈസിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ മെഷറിംഗ് കപ്പിന് 2 കപ്പ്, അതായത് ഇതുപോലത്തെ ഒരു വലിയ കപ്പിന് 1 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അത് മെഷറിംഗ് കപ്പിന് 2 കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കപ്പിനുള്ള റൈസ് ഞാനൊരു 20 മിനിറ്റ്സ് ഇതുപോലെ നന്നായിട്ട് കഴുകിയതിന് ശേഷം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം എടുക്കുമ്പോൾ ആ നേരത്തെ കാണിച്ച ഗ്ലാസ്സിന് 2 കപ്പ് വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അരി അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ സവാള ഒന്ന് സോഫ്റ്റായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഒരു 2 വലിയ തക്കാളി കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് തക്കാളി നല്ലപോലെ സോഫ്റ്റ് ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. തക്കാളി നല്ലപോലെ സോഫ്റ്റായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല പേസ്റ്റ് ഈ സമയത്ത് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാല പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ ആ പേസ്റ്റ് നന്നായിട്ടൊന്ന് അതിൻ്റെ എന്തെങ്കിലും ഒരു പച്ചപ്പ് ബാക്കി ഉണ്ടെങ്കിൽ അത് മാറി കിട്ടുന്നത് വരെ നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈരും, കുറച്ച് ഗരം മസാലയും കസൂരി മേഥിയും, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്യണം. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ മീതെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങും. അങ്ങനെ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യണം. ഇതായിപ്പോൾ ഇവിടെ കാണാൻ പറ്റും, എണ്ണ തെളിഞ്ഞ് മീതെ വന്നിട്ടുണ്ട്. ഇതുപോലെ വരുന്നത് വരെ കുക്ക് ചെയ്യുക. അപ്പോൾ ഈ ടൈം ആയിക്കഴിഞ്ഞാൽ നമുക്ക് മസാല പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വെൽഡായിട്ട് കുക്കായി കിട്ടിയതാണ് അർത്ഥം. ഇനി നമുക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂംസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഷ്റൂംസ് ഈ മസാല പേസ്റ്റിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തൊന്ന് കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതൊന്ന് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതേ ഫ്ലെയിമിൽ നേരത്തെ കുറച്ച് വെച്ച അതേ ഫ്ലെയിമിൽ തന്നെ കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് ഈ മഷ്റൂംസും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ നോക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് ഇതുപോലെ സ്ലോ ഫ്ലെയിമിൽ നിന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ മഷ്റൂംസിൽ നിന്നൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി നമ്മുടെ ആ മസാല പേസ്റ്റ് ഒന്ന് കുറച്ച് ലൂസായി. ഇനി ഇതിൽ നേരത്തെ ഞാൻ റൈസ് കാണിച്ച സമയത്ത് കാണിച്ച ഗ്ലാസ്സിന് 2 കപ്പ് വെള്ളം. ഇപ്പോൾ ഇത് പച്ചവെള്ളം അല്ല ചേർത്തേക്കുന്നത്, കുറച്ച് ചൂടാക്കിയ വെള്ളമാണ് ചേർത്തേക്കുന്നത്. ആ ചൂടാക്കിയ വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. സ്വാഭാവികമായിട്ട് നമ്മൾ അരി ചേർക്കുമ്പോൾ ഈ ചേർത്ത വെള്ളത്തിൽ കുറച്ച് ഉപ്പ് മുന്നിൽ നിൽക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ ചോറിൽ ആ ഉപ്പ് കറക്റ്റായിട്ട് പിടിക്കത്തുള്ളൂ. അപ്പോൾ അതിന് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ആ വെള്ളം തിളയ്ക്കാനായിട്ട് ഒന്ന് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നേരത്തെ 20 മിനിറ്റ് കുതിർത്ത് മാറ്റി വെച്ച അരി നല്ലപോലെ ഒന്ന് വെള്ളം കളഞ്ഞ് വാർത്തിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വീണ്ടും നമുക്കിത് അടച്ചു വെച്ചിട്ട് ഈ അരി കൂടെ ചേർത്ത് വെള്ളം നന്നായിട്ട് തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.
ഇതാ ഇപ്പം നന്നായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇങ്ങനെ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് വറ്റി വരുമ്പോഴത്തേക്കും ചോറ് ഇതുപോലെ മീതെ വരാൻ തുടങ്ങും. ചോറ് ഇതുപോലെ നല്ലപോലെ മീതെ വന്ന് വെള്ളം ഒന്ന് വലിഞ്ഞു തുടങ്ങിയെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്ലെയിം വീണ്ടും ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. അപ്പം നമ്മൾ വെള്ളം ചേർത്ത സമയത്ത് ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതുപോലെ ചോറൊന്ന് വലിഞ്ഞ് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം ആ ചെറിയ ഫ്ലെയിമിൽ കിടന്ന് കുക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാക്കി വെള്ളം കൂടെ നന്നായിട്ടൊന്ന് വലിഞ്ഞ് ഈ ചോറ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതാ ഇപ്പോൾ ഏകദേശം ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആവശ്യമില്ലാത്ത ഈ ബേ ലീഫോ പട്ടയോ ഇങ്ങനെ നമ്മുടെ തക്കോലത്തിൻ്റെ കഷ്ണങ്ങളോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്കത് കടിക്കാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റാവുന്നതാണ്. അതിപ്പം ഒട്ടും ഒട്ടി പിടിക്കാത്ത നല്ല അടിപൊളിയായിട്ടുള്ള പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഉതിർതിരായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം പിന്നീട് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ മഷ്റൂം പുലാവിൻ്റെ റെസിപ്പി ആയിരുന്നു ഇത്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട.